ഒരു ഡേ ഔട്ട് ആയാലോ? ഞാനും പിന്നെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വേറെ രണ്ട് ഫ്രണ്ട്സിനെ കാണാൻ പോവാണേ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറച്ച് ടൈം അത് പതിവുള്ളതാ. എന്റെ വീട്ടിൽ നിന്ന് കുറച്ചേറെ ദൂരം നടക്കാനുണ്ട് കേട്ടോ ഈ ഫ്രണ്ട്സിന്റെ വീട്ടിൽ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞങ്ങനെ നടക്കുക. ഇങ്ങനെ ഒരുമിച്ച് വർത്താനം പറഞ്ഞ് നടക്കുമ്പോ അങ്ങനെ സമയം പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഇപ്പൊ നല്ല ഉച്ച സമയാട്ടോ, നല്ല ചൂടുണ്ട്. ഞങ്ങൾ കാണാൻ പോകുന്ന ആളോട് ഞങ്ങൾ ഇന്ന് വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അവൾക്ക് ചെറിയൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. ആള് വീട്ടിൽ തന്നെ ഉണ്ടോന്ന് ആദ്യം ഞങ്ങളൊന്ന് പേടിച്ചു കേട്ടോ. പക്ഷെ അവൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ക്യാമറ കണ്ടോണ്ട് ആള് പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. അവള് മാത്രമല്ല അവളുടെ ഫാമിലിയിലുള്ള എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടില്. കുറെ നാൾക്ക് ശേഷം കാണുന്നല്ലേ, ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കഥ എവിടുന്ന് പറഞ്ഞു തുടങ്ങണം, എങ്ങനെ പറഞ്ഞു തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയാൻ പാടില്ല. അത്രത്തോളം കാര്യങ്ങളുണ്ടേ പറയാൻ. പിന്നെ ഇത് അവളുടെ അച്ഛമ്മയാട്ടോ. ഞാൻ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കുവാണ്, വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഹായ് പറഞ്ഞേക്കാട്ടോ അച്ഛമ്മ. ഇവളുടെ വീടിന്റെ അടുത്തായിട്ട് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിൽ ഇങ്ങനെ നടന്നൊക്കെ പോകാവുന്ന അത്ര ദൂരമേ ഉള്ളൂ. ഞങ്ങൾ ഉച്ചയായപ്പോഴല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശരിക്കും രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ആ യൂഷ്വൽ നടന്നില്ല. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് നടക്കുക. ഒരു അരമണിക്കൂറോളം വീട്ടിൽ നടക്കാനുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ.